ചില മക്കളെ കെട്ടിക്കൊണ്ടോയ വീട്ടിലേക്കൊക്കെ ചില വാപ്പാർക്ക് ചെന്ന് സംസാരിക്കണേ, ഓച്ചാഞ്ച് നിൽക്കണം. പല കുടുംബത്തിലുള്ള സ്വഭാവങ്ങളാ. അത്യാവശ്യം മോളെ കെട്ടിയ പുരക്കാർക്ക് കുറച്ച് പൈസ കൂടിപ്പോയി. പെണ്ണ് കാണാൻ വരുമ്പോ പറഞ്ഞതെന്താ, ഞാളൊന്നും നോക്കുന്നില്ല. പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞാൽ എന്താ, പൈസ ഞങ്ങൾ വാങ്ങലെന്നല്ല, സ്ത്രീധനം ഞങ്ങൾക്കെതിരാ. പക്ഷെ കയറി വരുന്ന മോൻ കെട്ടിയ വീട്ടുകാരുടെ മുൻപിൽ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിച്ച് ക്ഷണത്തിൽ പോലും പുഞ്ചിരിയിൽ പോലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. ബന്ധം രണ്ട് കോലത്തിൽ പ്രകടിപ്പിക്കുന്നവര് ഇതാണിലുണ്ട്, പെണ്ണിലുണ്ട്, കുടുംബക്കാരിലുണ്ട്. അതുകൊണ്ടാണല്ലോ ജാഹിലിയത്ത് മനസ്സിലുള്ളവരാ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിക്കുക, അവനാന്റെ വലുപ്പം കാണിക്കുക. എന്ന് ചിലർക്ക് ബന്ധം മുറിയാനുള്ള കാരണത ഒരു കിബിർ, ഒരു വല്ലാത്തൊരു അഹങ്കാരം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ ഒരു വാക്കുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതാറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ, ഒരേ രക്തമുള്ള മനുഷ്യ, ഒരേ അടിമയായ മനുഷ്യ, ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടിയായ മനുഷ്യ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ. പണമുള്ളവന് ഒരു വാപ്പയേയുള്ളൂ, പണമില്ലാത്തവർക്കും ഒരു വാപ്പയേയുള്ളൂ, സൗന്ദര്യമുള്ളവൾക്കും ഒരു ഉമ്മയേയുള്ളൂ, കറുത്തവൾക്കും ഒരു ഉമ്മയേയുള്ളൂ. രണ്ട് വാപ്പയും രണ്ടുമ്മയും ലോകത്തൊരാണിനും പെണ്ണിനും പടച്ച റബ്ബ് കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാലോചിച്ചു നോക്കിങ്ങള്. അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയത് പ്രവാചകന്റെ എളാപ്പ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ എന്ന ഉമ്മയാ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഉമ്മ ഫാത്തിമ ഉമ്മ, അബൂ ത്വാലിബിന്റെ ഭാര്യ. ആ അബൂ ത്വാലിബിന്റെ ഭാര്യ അള്ളാഹുവിന്റെ ഹബീബിനെ 6-ാം വയസ്സിൽ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഒരു മകനെ പോലെ ഇടക്കിടക്കല്ല പല സമയത്തും ഫാത്തിമ ഉമ്മ അള്ളാഹുവിന്റെ റസൂലിനെ പരിചരിക്കും. റസൂലുള്ളാഹിനെ അവര് നോക്കും, ഭക്ഷണം കൊടുക്കും. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഫാത്തിമ ഉമ്മ മരിക്കുന്ന അന്ന് സംഭവിച്ച ചില കാഴ്ചകൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ ഉമ്മ മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മാന്റെ മയ്യത്തെടുത്ത് മറമാടാൻ കൊണ്ടുപോവുക. സ്വന്തം ഉമ്മ മരിച്ചപ്പോ റസൂലുള്ളാഹിക്ക് 6 വയസ്സേ ഉള്ളൂ. പക്ഷെ ഫാത്തിമ ഉമ്മ മരിച്ചപ്പം റസൂലുള്ളാഹിക്ക് നല്ല മെയ്ക്കരുത്തുണ്ട്. ആ മയ്യത്തും എടുത്ത് റസൂലുള്ളാഹ് മയ്യത്തിന്റെ കട്ടിലിന്റെ ഒരു ഓരം പിടിച്ച്, ഈത്തപ്പനയുടെ ഒരു ഭാഗം പിടിച്ച് അങ്ങനെ മയ്യത്തിനെ മറമാടാൻ വേണ്ടി കബറിന്റെ അരികിലെത്തി. ആ കബറിലേക്കൊന്ന് ഇറങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കബറിന്റെ 4 ഭാഗവും കൈകൊണ്ട് പതുക്കങ്ങനെ തൊട്ടുന്ന. കബറിന്റെ 4 ഭാഗവും പതുക്കങ്ങനെ കൈകൊണ്ട് തൊട്ടിട്ട് ആ കബറിലെ 4 ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കബറേ, ഇങ്ങിന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുതിട്ടോ, കബറേ, ഇങ്ങിന്റെ ഉമ്മാനെ കരയിപ്പിക്കരുതിട്ടോ. എന്നിട്ട് മുകളിലേക്ക് കയറി ആ ഉമ്മാക്കുള്ള യാത്രയപ്പ് പ്രാർത്ഥന ചൊല്ലി ആ ഉമ്മാനെ 6 അടി മണ്ണിലേക്ക് വെച്ച് മണ്ണിട്ട് യാത്രയാക്കുമ്പം അറിയാതെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടായിരുന്നോ ആ ഉമ്മാനെ? അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു, അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അലിയെ താരാട്ടുപാടി ഉറക്കുന്നതിന്റെ മുൻപ് എന്നെ ഫാത്തിമ ഉമ്മ താരാട്ട് പാട്ടി ഉറക്കിയിട്ടുണ്ട്. അലിയെ പരിഗണിക്കുന്നതിന്റെ മുൻപേ ആ മടിയിൽ എൻ്റെ തല വെച്ച് ഫാത്തിമ ഉമ്മ എനിക്ക് കഥകൾ ചൊല്ലി തന്നിട്ടുണ്ട്. ആ ഉമ്മ എനിക്കെൻ്റെ ഉമ്മയെപ്പോലെയായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറയുമ്പം, നോക്കൂ മനുഷ്യരെ, നിങ്ങൾ ഒരു രക്തബന്ധവുമില്ല, എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം, ബന്ധങ്ങളെ ഒരു മഹത്വം. അതുകൊണ്ടാണല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹാനോട് റസൂലുള്ളാഹിക്ക് ഒരു പ്രത്യേക ചായ്വുണ്ട് എന്ന് ചില സഹാബാക്കൾക്ക് ഒരു പരാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ചില സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, ഭാര്യമാരോടൊക്കെ നിങ്ങൾ നീതി കാണിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, ഒരു ഭാര്യമാരും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല, 9 ഭാര്യമാര് നിലവിലുണ്ട്, ഒരൊറ്റ ഭാര്യ പോലും താങ്കളെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ സഹാബാക്കളിൽപ്പെട്ട ചിലർക്കൊരു സംശയമുണ്ട് നബിയെ. റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ സഹാബത്തെ? അല്ല, ആയിഷ ബീവിനോട് താങ്കൾക്കൊരു പ്രത്യേക താല്പര്യം കൂടുതലുണ്ടോ എന്നൊരു സംശയം. എന്നിട്ട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, കാരണം? ചിലർ പറയുന്നു ആയിഷ ബീവിന്റെ സൗന്ദര്യാന്ന്, വേറെ ചിലർ പറയുന്നു ആയിഷ ബീവിന്റെ ചെറുപ്പാണ് റളിയല്ലാഹു അൻഹാ. ഇത് രണ്ടും കേട്ടപ്പോ പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു. റസൂല് പറഞ്ഞു, സഹാബത്തെ, രണ്ടുമല്ല, രണ്ടും കാരണങ്ങളല്ല. ഒരു പക്ഷേ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. മക്കക്കാര് കരിങ്കല്ല് കൊണ്ട് എന്നെ എറിഞ്ഞോടിക്കുമ്പോ അന്ന് മക്കക്കാരുടെ കരിങ്കല്ലിന്റെ മുൻപിൽ നിന്നും എന്നെ കാത്ത ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക്.
അബൂ ത്വാലിബിന്റെ തായ്വരയിൽ അവരെന്നെ പട്ടിണിക്കിട്ട് വെള്ളം തരാതെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഞാൻ വെപ്രാളപ്പെടുമ്പോ ആളറിയാതെ ഭക്ഷണം എത്തിച്ചു തന്ന ഒരു നേല് പോലെയുള്ള കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. ത്വായിഫിന്റെ മണലാരണ്യത്തിലൂടെ കരിങ്കല്ല് കൊണ്ട് ഏറുകിട്ടി കണങ്കാലിൽ നിന്നും ചോര വാർന്ന് ഞാൻ കരയുമ്പോ എന്നെ വന്ന് ആശ്വസിപ്പിച്ചൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. അതാരാന്നറിയോ സഹാബത്തെ? നിന്റെ അബൂബക്കറിന്റെ മോള ആയിഷ. അതിനേക്കാൾ വലിയൊരു പദവിയും ആയിഷക്ക് ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ കരള് പോലെ എന്നോട് ചേർന്ന് നിന്നവനായിരുന്നു എൻ്റെ അബൂബക്കർ. ആ പരിഗണനയാ ഞാൻ ആയിഷക്ക് കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ തന്നെ കൊടുക്കുന്നതെന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഒരു ബന്ധങ്ങളെ സ്ഥാനം ഇന്ന് പലർക്കും അഹങ്കാര അൻറഅഹുസ്തഗന, നമ്മളൊക്കെ തികഞ്ഞു എന്നുള്ള തോന്നൽ അല്ലേ? അഹങ്കാരം പിശാചിൽ നിന്നാണെന്നും ഫസജദു ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ബന്ധങ്ങൾ ചേർക്കാൻ അവസരം കിട്ടിയിട്ടും എനിക്കെന്തിന്റെ കുറവാ, ഓന്റെ അടുത്ത് വരട്ടെ, ഓന്റെ മുൻപിൽ വരട്ടെ, എന്നോട് മിണ്ടട്ടെ എന്നൊരു വാശിയും വെച്ചിരിക്കുന്ന മനുഷ്യ അബാ വസ്തക്ബറ. റബ്ബ് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പം തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടവന്റെ മുൻപിൽ സുജൂദ് ചെയ്യുകയോ എന്ന് ചോദിച്ച് പിന്മാറിക്കളഞ്ഞ പിശാചിന്റെ കൂട്ടാളികളാ. നന്നാവാൻ അവസരം കിട്ടിയിട്ടും ഒരുപാട് ബന്ധങ്ങൾ ചേരാൻ അവസരം കിട്ടിയിട്ടും ആയുസ് നീട്ടിക്കിട്ടിയിട്ടും ഒന്ന് കയറി ചെന്ന് ന്യായം എന്റെ പക്ഷത്താണെങ്കിൽ പോലും എന്റെ കബറില് ഞാൻ അള്ളാന്റെ മുൻപില് മനസ്സമാധാനത്തോടെ നിൽക്കണമെന്ന് കരുതി ബന്ധം നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരോട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, പടച്ചോന്റെ പള്ളിക്ക് പോലും ഒരു കയറാൻ പാടില്ല. കാരണം മദീന പള്ളിയിൽ പരസ്യമായി മൂത്രമൊഴിച്ച അറാബീനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദ്രോഹിച്ചിട്ടില്ല, ഇനി കയറരുതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മദീന പള്ളിയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കണം എന്ന് പറഞ്ഞത് ആരോടാണെന്നറിയോ? കുടുംബ ബന്ധം മുറിച്ചവരോടാ, പിണങ്ങി ജീവിക്കുന്നവരോടാ, അലോഗ്യ മനസ്സ് കൊണ്ടടക്കുന്നവരോടാ. അവരിയ്ക്കുന്ന സദസ്സിൽ പോലും പടച്ചോന്റെ ബർക്കത്തിറങ്ങൂല, അവർ വന്നിരിക്കുന്ന കൂട്ടത്തിൽ പോലും അള്ളാന്റെ മഗ്ഫിറത്ത് ഇറങ്ങൂല. അത്ര ഗൗരവത്തോടെ. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ടി വരുന്നതും ഒരുപാട് ആളുകൾ ഇപ്പം പിണങ്ങി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക മരിക്കുന്നത് വരെ. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ പറയുന്നതൊക്കെ അനുഭവങ്ങളാ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മയ്യത്തസ്കരിച്ച് ബാക്ക് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ പരസ്പരം പറയാ, നല്ല മനുഷ്യനായിരുന്നു, പള്ളിയിൽ സുബഹിക്ക് ആദ്യം എത്തും, മോട്ടറിടും, വെള്ളം നിറച്ചു വെക്കും, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നിലുണ്ടാകും ഏത് സമ്മേളനത്തിനും, എത്ര വയ്യെങ്കിലും മുപ്പരാ പ്രസംഗത്തിന് വരും. പിന്നെന്തേ ഒരു കുഴപ്പം? കാരണവരായിട്ട് എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പൊ 3-4 കൊല്ലമായി പോക്കും വരവൊന്നുമില്ല. അത് മതി അള്ളാന്റെ കബറിൽ വലിയ സ്വൈരല്ലാണ്ട് ജീവിക്കേ. നമ്മളെ കബറ് വലിയ സമാധാനമല്ലാണ്ടായി പോകാൻ അത് മതി. ഇന്ന് പകരത്തിന് പകരമാ പലർക്കും തിരിച്ചു കിട്ടണം. അങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കണം, അല്ലേ പണങ്ങും. ഞാൻ പറയാറുണ്ട്, ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം മുൻപിൽ നടന്നോന് കിട്ടിയ ചിരി ഞമ്മക്ക് കിട്ടിയിട്ടില്ല, ഞമ്മക്ക് ദേഷ്യ. എന്താ പോനോട് ചിരിച്ച് ഇന്നോട് ചിരിക്കാത്ത? അത് പകയാ, അത് മനസ്സ് കൊണ്ടടക്കുക. എന്നിട്ടത് വെറുപ്പും ദേഷ്യമായിട്ട് കൊണ്ടടക്കുക. ആദ്യത്തെ ഇരുത്തത്തിന് ചായ കിട്ടിയില്ല. ഞാനൊക്കെ പറയാറുണ്ട്, നാളൊരു കുടുംബത്തിലെ മധ്യസ്ഥത്തിന് പോയി. 2 ഭാര്യാഭർത്തക്കന്മാർ കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം തികഞ്ഞിട്ടില്ല. ഞാനിത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. മുസ്ലിം ഉമ്മത്തിനോട് ഇതൊക്കെ ഇപ്പൊ പറയാനുള്ളൂ. കാരണം കാലഘട്ടം അത്രക്ക് ബന്ധങ്ങൾ നശിച്ചോണ്ടിരിക്കുക. അത്തഹിയ്യാത്തിൽ എങ്ങനെ ഇരിക്കണം, വിരളപ്പ ചൂണ്ടണം, കയ്യടക്കെട്ടണം പറയണമെന്നില്ല, എല്ലാവർക്കും അറിയാം. സംഘടന സങ്കുചിതത്തല്ലാത്ത സർവ്വ മനുഷ്യനും അറിയാം. പക്ഷെ ആ നിസ്കരിക്കുന്നവന് പോലും കുടുംബം നന്നാക്കാൻ പറ്റുന്നില്ല. 5 വക്ത് നിസ്കരിക്കുന്ന മുസൽമാന് മുജാഹിദിന് പോലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല. അല്ലേ, പരിഹരിക്കാൻ എന്താ കാരണം? വലിയ കാരണങ്ങളില്ല. ആ മധ്യസ്ഥത്തിന് ചെന്നപ്പോ ഒന്നാമത്തെ ഒരു കണക്കായിട്ട് കെട്ടിക്കൊണ്ടുപോയ വീട്ടിലമ്മ പറയാ, എൻ്റെ മോനെ ഒരു തുറപ്പിച്ചത് നോമ്പ് 12-നാ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു നിയമമുണ്ടോ? അല്ല, 10-ന്റെ ഉള്ളിൽ തുറപ്പിക്കണ്ടേ, 5-ന്റെ ഉള്ളിൽ കഴിപ്പിക്കണ്ടേ? കൊല്ലല്ലേ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ലം 5-ന്റെ ഉള്ളിൽ ഓളെ വാപ്പ ക്ഷണിക്കാൻ വരണം. വരാനാട് ആങ്ങളക്കുട്ടിയില്ല, 4 പെൺകുട്ടികളെ ഉള്ളൂ. വാപ്പാക്ക് അന്ന് കൂടിയില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് പറമ്പെന്ന് തിരിച്ചെത്തുമ്പോഴേക്ക് രാത്രിയാവും. അപ്പൊ വാപ്പ കരുതി ഏതായാലും ഓന് പറ്റുന്ന ഒരു ദിവസത്തേക്ക് നോക്കിയിട്ട് വിളിക്കാം. വന്നത് ഒരു 12-ാമത്തെ ദിവസമായി പോയി. ഉമ്മാന്റെ കണക്ക്, ഉമ്മാരെ കുറ്റം പറയല്ലോ, മാമൂല. അത് വിളിച്ചിട്ടില്ലേ പെണ്ണിന്റെ വീട്ടുകാരോട് ദേഷ്യം, എതാ പണക്ക്. എത്ര കുടുംബത്തിലാണെന്നറിയോ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൽ വെറുപ്പോന്നുക. ഇതൊക്കെ ഒരു കാരണമാണോന്ന് ദുനിയാവില്? നിക്കാഹ് പറയാൻ നേരം വൈകി, നിക്ഷയം വിളിക്കാൻ നേരം വൈകി, കമ്പളക്കല്ല് പള്ളിന്റെ പിന്നാമ്പുറത്തു കൂടെ ഒക്കെ വന്ന് വിളിച്ച് എന്നോട് പറഞ്ഞത് പള്ളിന്നാ, അതുകൊണ്ട് പോവില്ല. ദവണക്ക് ഇതാലോക്യം.